മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ MCF ശിലാസ്ഥാപനം നടത്തി. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ആറ്റാച്ചേരി പാറ പ്രദേശത്ത് 40 സെന്റ് സ്ഥലത്ത് സ്ഥാപിക്കുന്ന 10,000 ചതുരശ്ര അടിയിൽ അധികം വിസ്തീർണം വരുന്ന മോഡൽ MCF ശിലാസ്ഥാപനം നടന്നു. ശിലാസ്ഥാപന കർമ്മം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് സംശയിച്ചിരുന്ന, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് അത്തരം ചിന്താഗതിയോടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് പോലും മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് ഈ വർത്തമാനകാല അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. കേരളത്തിൽ ഇതുപോലുള്ള ആശയങ്ങൾ മുൻകാലങ്ങളിലൊക്കെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അത്തരം പദ്ധതികളും ആശയങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, വാർഡ് മെമ്പർമാരായ ബേസിൽ യോഹന്നാൻ, ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ശ്രീകല C, ഷജി ബേസി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി ഷാജി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് MR നന്ദിയും രേഖപ്പെടുത്തി. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ താൽക്കാലികമായി സംഭരിക്കുന്നതിനും തരംതിരിക്കുന്നതിനും വേണ്ടിയാണ് MCF പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. അന്ന് കേരളത്തിൽ ആകെ ശ്രദ്ധയാകർഷിച്ച കണിയാങ്കുടി കടവ് പാലം ജനകീയ പങ്കാളിത്തത്തോടുകൂടി അത് നിർമ്മിച്ചു. അന്നത്തെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ EK നായനാർ അദ്ദേഹം നേരിട്ടെത്തിയാണ് ആ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാനൊക്കെ ഇന്ന് ചെറിയ സ്കൂൾ കുട്ടിയാണ്. പക്ഷെ അന്നും പത്രങ്ങളിലൊക്കെ വലിയ ആവേശത്തോടു കൂടി വാർത്ത വരുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒന്ന് അത് ശ്രദ്ധിക്കുകയുണ്ടായി. പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു അനുഭവം നമ്മൾ പരിശോധിച്ചാൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ന്യൂസ് ബ്യൂറോ, കോതമംഗലം.